എല്ലാവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഈ ലോകം ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങൾ ഈ കഥ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലഹരി ഒരു വേണ്ടാത്ത വസ്തു. എടാ ഫ്രണ്ട്സേ, നീ വന്നോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്തെങ്കിലും പഠിപ്പിച്ചായിരുന്നോ? ഇന്നലെ മാത്സ് പഠിപ്പിച്ചു, സയൻസ് പഠിപ്പിച്ചു, പിന്നെ ഏതൊക്കെയാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ ബോലിങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ശരിടാ അറിയാം. എടാ ബെല്ലടിച്ചു, നീ കേറി ഇരിക്കേ, സാറി പോരും. ശരിയാണല്ലോ, ഞാൻ പെട്ടെന്ന് ഇരിക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും കേറി ഇരിക്കൂ. ഇന്നലെ വല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നടാ. മാത്സിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. എടാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നടാ എന്നോട് വിളിച്ചാ പറയാത്തെ? എടാ വിട്ടുപോയടാ. നീ ഇപ്പൊ സാർ ചോദിക്കുമ്പോ എനിക്ക് പറ്റുവാണെങ്കിൽ അറിയാവുന്നൊക്കെ പറഞ്ഞുതരാം. താങ്ക്സ് എടാ അറിയാം. നീ തന്നെ ഒരു നമ്പൻ. അപ്പൊ പിള്ളേരെ, ഇന്നലെ ഞാൻ ഒരു ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? ഇന്നലെ ജികെ പഠിപ്പിച്ചായിരുന്നോ? ഇന്നലെ വരാത്ത എന്നോട് തന്നെ ചോദിക്കണം. കുട്ടികളെ എല്ലാവരും ഇരിക്കൂ. ഓക്കേ സാർ. അപ്പൊ കുട്ടികളെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ആര് പറയും? സാറേ ഞാൻ പറയാം. എന്നാ പ്രിൻസ് പറയൂ. ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? സാർ ദ്രൗപദി മുർമു. എടാ കള്ള പഠിപ്പി. കറക്റ്റ് ആൻസർ പ്രിൻസേ. ഇരുന്നോട്ടോ, വൈകുന്നേരം മിഠായി തരാവേ. താങ്ക് യു സാർ. ഇനി നീ ഇരുന്നോളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കി ലെസൺസ് എടുക്കാം. അപ്പൊ കുട്ടികളെ, ബെല്ലടിച്ചു. ഇനി എല്ലാവർക്കും വീട്ടിൽ പോകട്ടോ. അപ്പൊ നാളത്തേനുള്ള ഹോംവർക്ക് ഇപ്പോഴേ പറയാണ്. എല്ലാവരും ജികെയിലെ ഫസ്റ്റ് പഠിച്ചോണ്ട് വരണം. നാളെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്. ഓക്കേ സാർ. താങ്ക് യു എവരിവൺ. താങ്ക് യു സാർ. ശരിയാണല്ലോടാ, ഒരു പാവം കൊച്ചല്ലേ. ചിലപ്പോ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ എല്ലായിരിക്കും പഠിക്കുന്നത്. നമുക്ക് അവന്റെ അടുത്തോട്ടൊന്ന് പോയാൽ. ശരിയാണ്, അവന്റെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം കാണും. നമുക്ക് അവന്റെ അടുത്ത് പോയി ആശ്വസിപ്പിക്കാം. എടാ മോനെ, നിനക്ക് എന്നാണ് പറ്റിയേ? ചേട്ടാ, എന്റെ അമ്മ. എടാ മോനെ, നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? ചേട്ടാ, എന്റെ അമ്മ മരിച്ചുപോയി ചേട്ടാ. ഇന്നലെ മരിച്ചുപോയി. എന്റെ അമ്മയാണെങ്കിൽ എന്റെ അമ്മായച്ചന്റെ കയ്യിൽ ഒരു പാക്കറ്റ് കൊണ്ടുപോയി എത്തിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിട്ടതാ. പക്ഷെ പാക്കറ്റ് എത്തിക്കൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേന് അമ്മ മരിച്ചു എന്നുള്ള വിവരം അറിയുന്ന ചേട്ടാ. അയ്യോടാ മോനെ, സാരമില്ലാട്ടോടാ. നിനക്ക് ഏത് വീട്ടിൽ ആ പൊതി കൊണ്ടുവന്ന് കൊടുക്കണ്ടേ? ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തേക്കാം. അതെടാ മോനെ, ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം. നീ ആ പൊതി ഇങ്ങതാ. ചേട്ടാ, ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീടുണ്ട്. ആ വീടിന്റെ മുകളിൽ ഒരു വലിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇത് കൊടുക്കണ്ടേ. അവിടെ എന്റെ അമ്മായച്ചനുള്ള ഇതാ ചേട്ടാ ആ പൊതി. അത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ചിന്റുമോൻ തന്നാന്ന് പറഞ്ഞാ മതിയേ. ഓക്കേടാ മോനെ, ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തേക്കാട്ടോ. നീ ഇവിടെ തന്നെ നിൽക്കണേ, ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരാം. ശരി ചേട്ടാ. എന്റെ അമ്മ. എടാ മോനെ, നീ കരയാതിരി. സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഞങ്ങളിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാട്ടോ. ശരി ചേട്ടാ, വളരെ ഉപകാരം. എടാ അളിയ, എന്നെ പാവം കൊച്ചാലെ. അവന്റെ അമ്മ ഇന്നലെ മരിച്ചു പോയെന്ന് കേട്ടിട്ട് എനിക്ക് തന്നെ വിഷമാവും. സാരല്ലടാ അളിയ, ദൈവം തീരുമാനിക്കുന്നതെല്ലാം നടക്കും. നമുക്ക് അവന്റെ ഈ പൊതി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. എടാ, ഈ പൊതിക്കകത്ത് എന്താവും? ഈ പോലീസുകാർ എന്തോ ഒരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്ത് ഓപ്പറേഷനാടാ? അതിന്റെ പേര് ഓപ്പറേഷൻ തൂഫാൻ. അത് പോലീസുകാർ ഡ്രഗ്സിനെതിരെ നടത്തുന്ന ഒരു ക്യാമ്പയിനാണത്. എടാ നല്ല കാര്യമാണല്ലോടാ. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇതുപോലത്തെ അതൊരു ചെറിയ കൊച്ചല്ലേ. ചെറിയ കൊച്ചിനൊക്കെ ഇങ്ങനെ ഡ്രഗ്സ് ഒക്കെ കയ്യിലുണ്ടാവും എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ആരും വിശ്വസിക്കാനാണ്. എടാ പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെറിയ 2 വയസ്സുള്ള കൊച്ചിന്റെ കയ്യിൽ വരെ ആൾക്കാർ
അവന്മാരെ വിടരുത്, പിടിക്കവരെ. യെസ് സാർ. എടാ ചെറുക്കാൻ നിക്കടാ അവിടെ. അയ്യോടാ, ദേ ആ ചേട്ടൻ നമ്മളെ പിടിക്കാൻ വരും. എന്റെ സ്പെഷ്യൽ സാധനം കഴിച്ചിട്ട് തന്നെ തുടങ്ങാം. നിക്കടാ അവിടെ. നീ ഇന്ന് ചത്തടാ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലാൻ പോവാ. അളിയാ, ഇത്ര പെട്ടെന്ന് അളിയൻ ഏറിക്കേറിയോ? ഇനി നീയും കൂടെ ബാക്കിയുള്ളൂ. ഇതാ പിടിച്ചോ. ഞങ്ങൾ ഈ കഥ അവതരിപ്പിച്ചത് ലഹരിക്കെതിരെയാണ്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. ലഹരിക്കെതിരെ നമുക്കൊന്നിച്ച് പറയാം. Thank you.